भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. അന്യമാമിസേ, അപ്പോൾ ഞാൻ നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എപ്പിസോഡ് 15 ആണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളതും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുക തന്നെയാണ്. ഇനി കുറച്ചുകൂടെ എപ്പിസോഡ്സേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനത് ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കമൻറ്റിൻ്റെ കാര്യം മെൻഷൻ ആക്കിയിരുന്നു. ആ കമൻറ്റ് ഇട്ട ആൾക്ക് ഒരുപാട് സന്തോഷമായതാണ്. വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് അറിയാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തി അശ്വിനി പ്രിയോട് എന്തോ ചോദിച്ചതായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കാൻ നിൽക്കുന്നില്ല എന്ന്, ഇനി വേറൊന്നും പറയാനില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ സൗണ്ടിൻ്റെ കാര്യം, സൗണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കൂട്ടിയായിരുന്നു. എങ്കിലും അത് ഒരുപാട് കൂടുതലൊന്നും അല്ലാന്ന് അറിയാം. എന്നാലും ഈ എപ്പിസോഡിൽ കുറവായിരിക്കും എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. മാക്സിമം ഞാൻ എപ്പിസോഡ് നീട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത്ത് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം കണ്ടൻറ്റ് കുറവാണ് ഇനി വരുന്നതിൽ. അപ്പോൾ എപ്പിസോഡ് കുറച്ച് ഒരു 19 വരെയെങ്കിലും ആക്കാൻ വേണ്ടി ശ്രമമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള പുതിയ സ്റ്റോറി ഉടനെ വരും. അത് ഇപ്പോഴായിരിക്കില്ല, കുറച്ചുകൂടെ ടൈം പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം, ഈ ഒരു വർഷം അടുത്ത വർഷം പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും മേ ബി. അതിന് ടൈം ആകുമ്പോൾ അറിയിക്കാം. ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നേരെ എപ്പിസോഡിലേക്ക് പോകും. പ്രിയ, എന്ത് പറ്റി നിനക്ക്? മുഖമൊക്കെ വാടിയിരിക്കുന്ന കാര്യം പറ. എടാ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ട് ആ പാട്ടുകാരൻ്റെ കാര്യം എനിക്ക് കൺഫേം ആക്കാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ആ റിലേഷൻ എൻ്റെ കഴിഞ്ഞ ഫ്രൈഡേ അല്ലേ, അന്ന് വൈകിട്ടാണ് സംഭവിച്ചത്. എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിക്കാൻ പറഞ്ഞ് ഞാൻ വിളിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു. കാരണം എടാ, എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഇത് ചെയ്തതിൽ തെറ്റില്ല. കാരണം ഒരാൾക്കൊരു ചാൻസ് ഇമാതിരിയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതും ആ ഒരു ചാൻസ് ഇങ്ങനെ യൂസ് ചെയ്ത സ്ഥിതിക്ക് ബെറ്റർ നീ ചെയ്ത് തന്നെയാണ് ശരിയെന്ന് ഞാൻ പറയും. എനിക്ക് മറ്റാരുടെ ഒപ്പീനിയൻ അറിയത്തില്ല. മൈ ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ്. കാരണം നീ ചെയ്തതാണ് ശരിയെന്ന് ഞാൻ പറയും. ഇത് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും പറഞ്ഞത്. ആഹാ, നീ അവരോടും പറഞ്ഞോ? അപ്പം എന്തായിരുന്നു? അതേടാ, ഞാൻ പറഞ്ഞു. പറയാം എന്തായ സംഭവം. ഗൈസ്, എല്ലാവരും ഇവിടെ ഉണ്ടോ? യെസ്, ഐ എം ഹിയർ. പ്രിയ ഇതെവിടെ? ഇന്നലെ വിളിച്ചപ്പോഴും രാവിലെ വിളിച്ചപ്പോഴും അവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇത് ഇപ്പോഴും ഇല്ല. കണ്ടില്ല. നീ അവളെ മെൻഷൻ ചെയ്ത് വിളിക്ക്. എന്താടാ വിളിച്ചേ? നീ ഇതെവിടെയാ? ഇന്നലെയും വിളിച്ചേ, ഇന്ന് രാവിലെയും വിളിച്ചേ, എന്നിട്ട് കാണില്ലല്ലോ. നീ ഇങ്ങനെ അല്ലല്ലോ. എന്താ പറ്റിയ എനിക്ക്? അതെ, എനിക്കിത് എന്നാ പറ്റിയ? നീ ഇതെവിടെയായിരുന്നു? എന്തോ ഉണ്ടല്ലോ. അത് പിന്നെ എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പില്ലേ, അത് ബ്രേക്കപ്പ് ആയടാ. ഞാൻ ബ്രേക്കപ്പ് ആക്കി. ആണോ? അത് ഇപ്പോൾ വീണ്ടും എന്താ സംഭവിച്ചത്? കാര്യം പറ. അതന്നെ, അന്ന് സോൾവ് ആയതല്ലേ. ഇപ്പം എന്നാ പറ്റി വീണ്ടും? റീസൺ എന്താണെന്ന് വെച്ചാൽ, എടാ, ഇത് നീ ചെയ്ത ശരിയാ. ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് പറയൂല. കാരണം ഇതേ കാര്യം റിപ്പീറ്റഡായിട്ട് മുന്നേറിക്കണ്ടായിരുന്നു. അപ്പം നീ എന്നിട്ട് ക്ഷമിച്ചായിരുന്നു. അതേ കാര്യമാണ് റിപ്പീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. എന്തായാലും ഇത് ഇത്രയും ആയ സ്ഥിതിക്ക് നീ നിർത്തിയത് നന്നായി. അന്നേ നിങ്ങളെ പറഞ്ഞ, പിന്നെ നിൻ്റെ ഇഷ്ടം. അത് തന്നെടാ, എനിക്കും അതേ പറയാനുള്ളൂ. നീ ചെയ്ത ശരി തന്നെ. ഞങ്ങളത് നേരത്തെ പറഞ്ഞതാ. പിന്നെ നീ അപ്പം നിൻ്റെ ഇഷ്ടത്തിന് പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും പറയാഞ്ഞ്. ഇപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലായല്ലോ, അത് മതി. അതേടാ, മനസ്സിലാക്കുക ഒരുപാട് വൈകിപ്പോയി. എങ്കിലും ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നു. അന്നേ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കടോ. എന്തായാലും ഇനി ഇങ്ങനെ ഉണ്ടാകത്തില്ല. എനിക്കിപ്പം ലവിലുള്ള റെസ്റ്റ്, ഫ്രണ്ട്ഷിപ്പിലുള്ളത് പലതും നഷ്ടമായി. ഇനി അതുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാവുന്ന വരെയും അങ്ങനെ പോട്ടെ. പിന്നെ ആ പാട്ടുകാരൻ്റെ കാര്യം,
ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എനിക്കറിയത്തില്ല, ഇതുവരെ ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. നീ ഒരു ടൈം എടുത്ത് ഞാൻ ഒന്ന് ആലോചിക്കണം. അത് തന്നെടാ, അത് നീ വിട്ടേക്ക്. പിന്നെ പാട്ടാൻ്റെ കാര്യം, അത് നീ ചെക്കനോട് ചെന്ന് പറയുന്ന കാര്യം ആലോചിക്കുക. കാരണം ജസ്റ്റ് പറയാനാണെങ്കിലും പറഞ്ഞാൽ മാത്രം മതി എന്നെങ്കിലും അതങ്ങ് കഴിയുമായിരുന്നു. വേറെ ഇങ്ങനെ പറയാതിരുന്ന പിന്നെ ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണം. അല്ലാതെ നിന്നെ ഫോഴ്സ് ചെയ്ത് ഇനി ഇതിലോട്ട് വിടാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെ നിൻ്റെ കാര്യം നീ അത് ആലോചിച്ച് നീ ഒരു ഡിസിഷൻ എടുക്കണം. അതേടാ, അതിനെപ്പറ്റി നീ ആലോചിക്കുക, പറയണോ വേണ്ടേ. പിന്നെ പറയാതിരുന്നോന്ന് റിഗ്രഷൻ വേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് നിൻ്റെ കാര്യം. അതേടാ, ടൈം കിട്ടട്ടെ, ഞാൻ ഒന്നിരുന്ന് ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. എന്നിട്ട് എന്തായാലും പറഞ്ഞങ്ങ് വിട്ടേക്കാം. കാരണം പറയാതിരുന്നു എന്നൊരു വിഷമം എനിക്ക് പിന്നെ വരില്ലല്ലോ, അതങ്ങ് തീരുകയും ചെയ്യും. എന്തായാലും റിപ്ലൈ ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചാലും അതൊന്നും നടക്കത്തില്ല. ഇനി നടക്കണമെന്നും എനിക്കില്ല, ജസ്റ്റ് എനിക്ക് പറയണമെന്നുണ്ട്. പിന്നെ റിഗ്രഷൻ എനിക്ക് വരാൻ പാടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ശരിക്കും പഴയ റിലേഷൻ ഉണ്ടായിരുന്നിട്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു തോന്നുന്നത്. ആ റിലേഷൻ ഉണ്ടായിരുന്നിട്ട് കൂടെ എനിക്കത് ഉള്ളതുപോലെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു. എനിക്ക് എംപ്റ്റിനെസ് ആയിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെ പറ്റിപ്പോയത്. ആ റിലേഷൻ നല്ല രീതിയിൽ പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ഉണ്ടാവത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഹൈഡ് ചെയ്തത് ആ റിലേഷനിലുള്ള ട്രസ്റ്റ് കളയണ്ടാലോ എന്ന്. പക്ഷേ ഞാൻ ചെയ്തത് എനിക്ക് ഓപ്പോസിറ്റായിട്ട് തിരിച്ച് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ എന്ന് വിചാരിച്ചിട്ടും അല്ല, പറയേണ്ടത് പറയാമെന്ന് വെച്ചു, അത്ര. അതെ, ഡു ആസ് യു വിഷ്. നിനക്ക് എന്താ തോന്നുന്നത് നീ അതുപോലെ ചെയ്യും. അതേടാ, അതൊക്കെ നിൻ്റെ ഇഷ്ടത്തിന്. പിന്നെ വേറെ എന്തൊക്കെയാ, സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിൻ്റെ ട്രസ്റ്റ് പോയിന്ന് പറഞ്ഞു, എന്ത് പറ്റി? സ്കൂളൊക്കെ കൊള്ളാം, നല്ലതാണ്. നല്ല സ്കൂള്, നല്ല ടീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ തന്നെ പഴയ സ്കൂളിൽ നിന്നും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി കുറച്ച് പേര് ആയതുകൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം, ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്. പക്ഷെ എന്തോ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ എന്നാ, ഫ്രണ്ട്സ് അത്യാവശ്യം ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. എന്നാലും നിങ്ങളെപ്പോലെ ആവില്ല, എന്നാലും അഡ്ജസ്റ്റ് ആക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, നിങ്ങളില്ലാത്തൊരു വിഷമമുണ്ട്. സാരമില്ല, അത് സാരമില്ലടാ, എല്ലാം മാറിക്കോളും. നീ ഇത് പറ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിശ്വാസം നഷ്ടപ്പെടാൻ എന്താ കാരണം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എടാ എനിക്കറിയത്തില്ല. പല രീതിയിൽ എന്താ പറയുക, ഞാൻ ഒരുപാട് വിശ്വസിച്ചവർ പിന്നെ തിരിഞ്ഞു നിന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്, അതൊക്കെ എന്തോ എനിക്ക് എന്തോ പറയരുതെന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആൾ മറ്റൊരാളോട് പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസം വെച്ചിരിക്കുമ്പോൾ അതേ ആൾ ചെന്ന് വേറെ ആളോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ, അത് നല്ല രീതിയിൽ എനിക്ക് ഹേർട്ടായി. അങ്ങനെയാണോ? അതാരാ അങ്ങനെ ഉണ്ടാക്കിയേ? നീ കാര്യം പറ, ആരാ അത്? നമ്മുടെ സ്കൂളിൽ ആരെങ്കിലും ആണോ? അതോ? അത് പിന്നെ ഞാൻ പറയാം. തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട, നമുക്ക് മൂന്നുപേർക്കിടയിൽ നിന്നാൽ മതി. ഓ അങ്ങനെയാണോ? ശരി. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനി ഫ്രണ്ട്ഷിപ്പിലായാലും ലവിലായാലും എന്തായാലും എല്ലാവരും ഒരുപോലെ അല്ല. നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ടവരെ മാത്രമേ ട്രസ്റ്റ് ചെയ്യാവുള്ളൂ. ശരിയാ, നമ്മൾ വിശ്വസിച്ച് പോവും. അത് അധികം അങ്ങനെ പാടില്ല. എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യേണ്ടത് മാത്രം ഷെയർ ചെയ്യുക. പിന്നെ എല്ലാത്തിനും എന്താ പറയുക, നീ പിന്നെ കുറച്ച് ഓപ്പൺ ഹാർട്ടഡ് ആയതുകൊണ്ടാണ്, ഞങ്ങൾക്കത് നന്നായിട്ട് അറിയാം. പിന്നെ അതിൽ കുറ്റബോധം തോന്നിക്കണ്ട, നല്ലൊരു കാര്യമാണ്. പിന്നെ എന്താ പറയുക, എല്ലാവരോടും പറയാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെ അല്ല. പിന്നെ നിനക്കറിയാമല്ലോ, ഫ്രണ്ട്ഷിപ്പിൽ നീ ഇപ്പോൾ ട്രസ്റ്റ് പോയി എന്ന് പറയാൻ ഒരാളിൽ പോയത് എല്ലാവരിലും ഒരുപോലെ അല്ല. അതിനിയും ചിലപ്പോൾ അതുപോലെ ഉള്ള ആൾക്കാരുണ്ടാവും. ബെറ്റർ അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്നും പറയാതിരിക്കുക. എല്ലാവരോടും പറയണ്ട, നല്ല ക്ലോസായി നല്ല വിശ്വാസം വന്നു എന്ന് ഉറപ്പ് വന്നവരോട് മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ. അല്ല സ്പോട്ടിൽ ഒരാളെ കണ്ട് വിശ്വസിച്ച ഉടൻ പറയരുത്, അത്രേ ഉള്ളൂ. അതേടാ, അതൊരു തെറ്റല്ല, പക്ഷെ ബെറ്റർ മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അത് തന്നെ എനിക്കും പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ മതി. നിൻ്റെ പേരിൽ അങ്ങനെ ട്രസ്റ്റ് ഒന്നും കളയണമെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ നിനക്കെങ്ങനെയാ തോന്നുന്നത് അതുപോലെ. ആടാ, ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. എനിവേ ലവിലുള്ള ട്രസ്റ്റ് ഇനി ഉണ്ടാവുമോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ലടാ. കാരണം അത്രയ്ക്ക് അനുഭവിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് ശരിക്കും പേടിയാണ് ഇനി ഒന്നിലോട്ട് പോകാനായിട്ട്. എനിക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം നിങ്ങളെ കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടൊരു റിലേഷൻഷിപ്പിലേക്ക് ഇനി പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പോകുന്നില്ല എന്നേ പറയൂ. എടാ എന്നാൽ പിന്നെ ഞാൻ ചെല്ലട്ടെ, എനിക്ക് തിങ്കളാഴ്ചത്തേക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അത് ചെയ്ത് തീർക്കണം. ശരിയാടാ, നീ നാളെ പറ്റുവാണെങ്കിൽ ഒന്ന് വിളിക്ക്, ഫ്രീ ആവുകയാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് സംസാരിക്കാം. ഇപ്പം തന്നെ കുറേ നാളായില്ലേ.
ഞാൻ ഇന്നലെ വിളിച്ചിട്ട് നീ എടുത്തില്ല, ഇന്ന് രാവിലെ വിളിച്ചിട്ട് എടുത്തില്ല. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കാനാണ് വിളിച്ചത്. പിന്നെ നീ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വെച്ചത്. അതുകൊണ്ട് പറ്റിയാന്ന് നാളെ വിളിക്കേ. എന്നാൽ ശരിയാടാ, നീ പൊക്കോ. പോയി ഗുഡ് നൈറ്റ്. അതേടാ, നീ നോക്കിയിട്ട് ഫ്രീ ആണെങ്കിൽ വിളിക്കാൻ നോക്ക്. നമ്മൾ കുറേ നാളായില്ലേ സംസാരിച്ചിട്ട്, അപ്പോൾ വിളിക്കാമായിരുന്നു. നോക്ക്, പറ്റുവാണെങ്കിൽ വിളിക്കാം. അപ്പോൾ ശരി, പോയി ഗുഡ് നൈറ്റ്. അതേടാ, അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ നീ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഇനി മുമ്പോട്ടുള്ള കാര്യം നിൻ്റെ കയ്യിലാണ്. അപ്പോൾ നീ ആലോചിച്ച് തീരുമാനം എടുക്കുക. ആടാ, ഓക്കെ. ഞാൻ ഒരു ദിവസം ടൈം എടുത്ത് ആലോചിക്കട്ടെ. എന്നിട്ട് ആരുടെക്ക് പറയണോ വേണ്ടെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാം, എന്താ പറയണ്ടേന്ന്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ രേഷ്മ ഇരിപ്പുണ്ടായിരുന്നു, നീ വല്ലതും കണ്ടായിരുന്നോ? ഒരു അനക്കവും ഇല്ല. എന്തോ ആലോചിച്ചിരിക്കുക ഉറപ്പാ. എന്താ സംഭവം? ആ, അതേന്ന് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ, ഞാനിപ്പോഴാണ് കാണണേ. ഇവക്ക് തന്നെ പറ്റി? രേഷ്മ ആടാ, പറഞ്ഞോ. ഡീ, നിനക്കിത് എന്താ പറ്റിയെന്നാ ചോദിക്കുന്നത്? അത് പിന്നെ മിസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ കരുതുന്ന കുറച്ച് കണ്ടൻറ്റ് ലോങ് ആക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സമയത്താണ് ആ ഒരു കണ്ടൻറ്റ് എക്സ്ട്രാ ആഡ് ആക്കിയത്. അപ്പം അതുകൊണ്ട് കുറച്ച് ലോങ് ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള എപ്പിസോഡും ഇനിയുള്ളതും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ആർമിസേ. അപ്പോൾ ഇനി അടുത്ത എന്താണെന്നുള്ളത്, രേഷ്മയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇനി സൺഡേ മാത്രമേ കാണൂ. ഇത് ഞാനൊന്ന് ഈക്വൽ ആവാൻ, അതായത് നേരത്തെ മിസ്സായ എപ്പിസോഡൊന്ന് എല്ലാം ഓർഡറിനാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ആഴ്ചയും സൺഡേ 7:30 അത് മാത്രമേ ഉണ്ടാവൂ. എക്സ്ട്രാ ഇടുന്നതുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും പോസ്റ്റും കൂടെ ഒന്ന് നോക്കണം ഇടയ്ക്കൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ കമൻറ്റിൻ്റെ കാര്യം, അത് ഞാനിപ്പോൾ ഇതിൽ ആഡ് ആക്കാം. പിന്നെ സൗണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് വോയിസ്. അതെനിക്ക് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ക്ഷമിക്കണം ആർമിസേ. അപ്പം കമൻറ്റിൻ്റെ കാര്യം, കമൻറ്റ് ഞാനിവിടെ കാണിക്കാം. ആർമിസേ, ചെറിയൊരു തിരുത്തുണ്ട്, വിട്ടുപോയതാ. നാളത്തെ എപ്പിസോഡും കൂടെ ഉണ്ട്. സൺഡേ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് ഓർമ്മയിൽ പറഞ്ഞു പോയതാ, സോറി ആർമിസേ. അപ്പം നാളെയും കൂടെ എപ്പിസോഡ് കാണും. നാളത്തെ എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് സൺഡേ മാത്രമായിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വിട്ടുപോയി ആർമിസേ, ക്ഷമിക്കണം. അപ്പോൾ ഇനി കമൻറ്റിലോട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ്സൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം സെക്കൻഡ് വന്നൊരു കമൻറ്റാണിത്. അതേ ആൾ തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനതെല്ലാം കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓത്തെടുത്ത് ആൾ നല്ല സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഇതുപോലെ സ്ട്രോങ് ആയിട്ട് പോകണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള കമൻറ്റ്സ് എനിക്ക് റീഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ മെൻഷൻ ആക്കുന്നത്. പല എപ്പിസോഡിലും പല ചാനലിലും കണ്ടിട്ടുണ്ട് അവരുടെ എപ്പിസോഡിൽ അവരിങ്ങനെ ആഡ് ആക്കുന്നത്. എനിക്കെന്തും ഇൻട്രസ്റ്റ് വന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്ടാൽ ഒരുപാട് സന്തോഷമായിരുന്നു. എല്ലാവരുടെയും കമൻസിനെ ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ കമൻസിനെ പറ്റി. കുട്ടി ചോദിച്ചായിരുന്നു എന്തായിരിക്കും എൻഡിൻ്റെ കാര്യവും, പിന്നെ അതുപോലെ തന്നെ എൻഡിങ് ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ സാഡ് എൻഡിങ് ആയിരിക്കുമോ, അങ്ങനെയൊക്കെ. അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. സാഡ് എൻഡിങ് ആക്കാതെ ഞാൻ നോക്കാം. അവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കഥയുടെ സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. പിന്നെ ഇത് എൻ്റെ സ്റ്റോറി ആണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് നേരിട്ടൊന്ന് കാണണം. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ആ സ്റ്റോറിയുടെ ഫ്ലോ പോകുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ ക്യൂരിയോസിറ്റി അത് എല്ലാവർക്കും ഉള്ളതാണ്, ഈവൻ എനിക്കും ഉള്ളത്. അതിൽ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്താ, വെയിറ്റ് ചെയ്യണം, എല്ലാവർക്കും ഒരുപോലെ അല്ലടാ, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞു തന്നില്ല. ഇതിപ്പം എല്ലാവർക്കും ഒരുപോലെ ആയതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടു പറഞ്ഞു. സാഡ് ആക്കത്തില്ല എന്തായാലും എൻഡിങ്, അത് ഞാൻ വാക്ക് തരാം. പിന്നെ ഈ കമൻറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ താഴെ നോക്കിയാൽ മതി. അവിടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കണമെന്നുള്ളവർക്ക് ചെല്ലാം, വായിക്കാം. അതുപോലെ ഇനി ഇതുപോലത്തെ കമൻറ്റ്സ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വായിക്കാനൊക്കെ. അപ്പോൾ ഒരുപാട് പറഞ്ഞങ്ങ് നീട്ടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും ബൈ. കൺസേൺ